എല്ലാവർക്കും നമസ്കാരം. AEPWD നോട്ടിഫിക്കേഷൻ വന്നു, നമുക്ക് എക്സാം ഡേറ്റുമായി. അപ്പൊ നമുക്ക് എപ്പോഴും ഒരുമിച്ച് നടത്തുന്ന രണ്ട് എക്സാംസ് ആണ്. PSC മിക്കവാറും ഒരേ എക്സാം ആയിട്ട് നടത്തി ഒരുമിച്ച് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന രണ്ട് എക്സാംസ് ആണ് AEPWDയും AE ഇറിഗേഷൻ. സോ AEPWD നോട്ടിഫിക്കേഷൻ വന്നു, എക്സാം നടക്കുന്ന സമയത്ത് എല്ലാവരും ചോദിച്ചിരുന്നത് എന്നാണ് AE ഇറിഗേഷൻ വരുന്നത്. ഓൾറെഡി നമ്മൾ പ്രഡിക്ഷൻ വീഡിയോസിലൊക്കെ ചെയ്തിരുന്നു. 2026 നമുക്ക് AE ഇറിഗേഷനിൽ എക്സാം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. സോ നമുക്ക് ഇപ്പൊ ചേർന്ന ലേറ്റസ്റ്റ് PSC മിൻസ് പ്രകാരം AE ഇറിഗേഷന്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ആകും എന്ന് ഉറപ്പായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി വരാൻ പോകുന്ന PSC നോട്ടിഫിക്കേഷനകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ എന്ന് പറയുന്നത് നമുക്ക് ബിടെക് ലെവലിലുള്ള ഒരു പോസ്റ്റ് ആണ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ അറിയാം. ആൻഡ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വർക്ക് ചെയ്യാൻ സുഖമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റുമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. സോ AEPWD നമുക്ക് ഫെബ്രുവരി നമ്മൾ അതിന്റെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വേറെ AE എക്സാംസ് ഉണ്ടോ, വാട്ടർ അതോറിറ്റി AE ആണോ വരുന്നത്, മിക്സ് ചെയ്ത് പഠിക്കണോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. സോ അതിനുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്, വളരെ ആൻസർ എന്ന് പറയുന്നത് AE ഇറിഗേഷൻ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇപ്പോൾ ഉടൻ തന്നെ വരും. നമുക്ക് ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ എക്സാമും പ്രതീക്ഷിക്കാവുന്നതാണ്. സോ നമുക്ക് AE ഇറിഗേഷന്റെ കഴിഞ്ഞ ലിസ്റ്റ് പ്രകാരം എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് നോക്കാം. അതായത് നമുക്ക് എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്, നമുക്ക് എന്താണ് ആ റാങ്ക് ലിസ്റ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് നോക്കാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷന്റെ ലിസ്റ്റ് നിലവിൽ വന്ന് 6/5/2024 2024 5th മന്തിലാണ് നമുക്ക് ഈ ഒരു ലിസ്റ്റ് നിലവിൽ വന്നത്. ലിസ്റ്റ് നമുക്കറിയാം, നോർമലി PSCയുടെ ലിസ്റ്റിന്റെ കാലാവധി നിന്ന് 3 വർഷമാണ്. അല്ലെങ്കിൽ ആ ലിസ്റ്റ് എക്സോസ്റ്റ് ആയി പോകുന്നത് മിച്ചവരെ സേർലിയ. ഇത് ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അപ്പോഴായിരിക്കും ആ ലിസ്റ്റ് ക്യാൻസൽ ആവുന്നത്. ഇവിടെ നമുക്ക് 2024 വന്ന ലിസ്റ്റ് ആണ്. 2024 വന്ന ലിസ്റ്റ് ഓഫ് കോഴ്സ് 3 വർഷം കഴിയുമ്പോൾ, അതായത് 2027 തീരുക. അതായത് നമുക്ക് 2026 കഴിഞ്ഞ് 2027 ലിസ്റ്റ് തീരുന്നുള്ളൂ. ബട്ട് നമുക്ക് 2025 ലാസ്റ്റോട് കൂടി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് 2026 എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഏകദേശം 2027 ലിസ്റ്റ് തീരുന്നതിന് മുന്നേ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്കിപ്പോ ലേറ്റസ്റ്റ് നമ്മൾ PSCയുടെ ഒരു അപ്ഡേറ്റ് പറയുണ്ടായി. 2026 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ വരാൻ സാധ്യതയുള്ള എല്ലാ വേക്കൻസികളും ഈ 2025 ഡിസംബർ 26 PSCക്ക് റിപ്പോർട്ട് ചെയ്യണം. സോ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് കുറെ നോട്ടിഫിക്കേഷൻസ് ഇപ്പൊ വരാൻ പോകുന്നത്. സോ നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ലിസ്റ്റിന്റെ ഒരു പ്രസന്റ് കണ്ടീഷൻ എന്താന്ന് നോക്കാം. നമുക്ക് 130 അഡ്വൈസസ് ആണ് ടോട്ടലി പോയിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് പോയിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ മാസമാണ്, 3/11/2025 ടോട്ടലി നമുക്ക് ഓപ്പൺ കാറ്റഗറിയിൽ 101ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 130 എന്ന് പറയുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസിനെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല ഒരു വേക്കൻസി അല്ലെങ്കിൽ നല്ലൊരു നമ്പർ ഓഫ് അഡ്വൈസസ് തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പം ഓപ്പൺ കാറ്റഗറിയിൽ നമുക്ക് 100ന് പുറത്ത് അഡ്വൈസ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഗുഡ് തിങ്. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസിന് പഠിക്കുമ്പോഴത്തേക്ക് 2 ഡിജിറ്റ് റാങ്ക് എന്ന നിലയിൽ വേണം, അല്ലെങ്കിൽ അത് എയിം ചെയ്ത് വേണം പഠിക്കാൻ. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം കൂടിയാണ് ഈ ഒരു ലിസ്റ്റ്. നിങ്ങൾ നോക്കിക്കേ, 100ാമത്തെ റാങ്ക് കിട്ടിയ ആൾക്കും അഡ്വൈസ് വരാനായിട്ട് 2024 വന്ന ലിസ്റ്റിൽ 25 ലാസ്റ്റ് നമുക്ക് ലിസ്റ്റ് വന്ന് ആദ്യം തന്നെ ജോലി കിട്ടണം. അതായത് നമ്മൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതിന് പുറമെ നടക്കാതെ നമുക്ക് ആദ്യം തന്നെ ജോലി കിട്ടണമെങ്കിൽ 2 ഡിജിറ്റ് ആയിട്ടുള്ള റാങ്ക് തന്നെ നമ്മൾ എയിം ചെയ്ത് പഠിക്കാം. നമുക്ക് അത്യാവശ്യം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ AE എക്സാംസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെ പുതിയതായി AE എക്സാംസിനെ അപ്രോച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 2 ഡിജിറ്റ് റാങ്ക് എന്ന് പറയുന്ന സ്വപ്നം, അല്ലെങ്കിൽ 2 ഡിജിറ്റ് റാങ്ക് എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതിന് നല്ല രീതിയിൽ നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് വ്യക്തമായി സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചാൽ മാത്രമേ എത്തുകയുള്ളൂ. സോ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു അവസരമാണ് ആൻഡ് നല്ലൊരു ജോബും കൂടിയാണ്. അപ്പൊ നമുക്ക് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന വർഷം 2024 ആയതുകൊണ്ട് 27 എക്സ്പയർ ആകത്തുള്ളൂ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ എക്സാമിന് വേണ്ടി നമുക്ക് തയ്യാറെടുത്ത് തുടങ്ങാവുന്നതാണ്. കഴിഞ്ഞ ലിസ്റ്റിനകത്ത് നമുക്ക് ഒരുപാട് പേരൊന്നും ഇല്ല, നമുക്ക് ഒരു 200ന് പുറത്തെ ആൾക്കാരെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ലിസ്റ്റിൽ നിന്നാണ് നമുക്കിപ്പോ ഏകദേശം 101 പേർക്ക് അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പൊ നമുക്ക് AE ഇറിഗേഷന് കഴിഞ്ഞ ലിസ്റ്റിൽ 100 ചിലവന പേര്, അതായത് 200ൽ താഴെ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. മെയിൻ ലിസ്റ്റിൽ 110 പേര്, മൊത്തം നമ്മൾ ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ 200 പേരൊക്കെ നമുക്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിലാണ് നമുക്ക് ഈ 101 എന്ന് പറയുന്ന അഡ്വൈസ് ഓപ്പൺ കാറ്റഗറിയിൽ ടോട്ടലി 118 അഡ്വൈസും പോയിരിക്കുന്നത്. അപ്പൊ അത് തന്നെ നമുക്ക് നല്ലൊരു ഇൻഡിക്കേഷൻ ആണ്, അത്യാവശ്യം നല്ല വേക്കൻസീസിൽ നമുക്ക് അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ള കാര്യം. ആൻഡ് നമ്മുടെ AE ഇറിഗേഷൻ
എക്സാം നടന്നത് 2023 അതിൽ വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 51 മാർക്കാണ്. 51.67 ആയിരുന്നു കട്ട് ഓഫ് വന്നത്. ഇനിയും 51.67 ആകും എന്നല്ല പറയുന്നത്, അതിൽ കൂടാനാണ് ചാൻസ് ഉള്ളത്. ഓഫ് കോഴ്സ് അതിൽ കൂടത്ത് തന്നെയുള്ളൂ. സോ 50 മാർക്കിന് മുകളിൽ അല്ലെങ്കിൽ 60 മാർക്കിൽ പ്ലസ് 60 to 70 നിങ്ങൾ സ്കോർ ചെയ്താലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാം. അല്ലെങ്കിൽ ചിലപ്പോൾ 70+ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങളുടെ സേഫ് സ്കോർ ആവുക. അപ്പൊ നമുക്ക് ടാർഗറ്റ് ചെയ്ത് പഠിക്കേണ്ട മാർക്ക് നിങ്ങൾക്ക് അറിയാം, സിലബസ് നിങ്ങളുടെ കയ്യിലുള്ള, നിങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു വേക്കൻസി നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് ആണെന്ന് പറയാം. അപ്പൊ ഇനി നിങ്ങൾ താമസിക്കേണ്ട, ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. നമുക്ക് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഇറിഗേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ കോഴ്സസ് എന്റെ നേതൃത്വത്തിൽ എൻട്രിയിൽ അവൈലബിൾ ആണ്. സോ കോഴ്സസിന്റെ ഡീറ്റെയിൽസ് അറിയാൻ താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ മറക്കണ്ട, ഇറിഗേഷൻ എന്ന് പറയുന്ന സുവർണ അവസരം നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം നമുക്ക് സമയമുണ്ട്, സിലബസ് അറിയാം, കട്ട് ഓഫ് അല്ലെങ്കിൽ നേടിയെടുക്കേണ്ട മാർക്കിന്റെ ലക്ഷ്യം നിങ്ങൾക്ക് അറിയാം. സോ ഇന്ന് തന്നെ പഠിച്ചിടുന്നു. താങ്ക് യു.